മാള കുഴൂരിൽ 6 വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്ന സംഭവം. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനം. കുട്ടിയുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പൈലിംഗ് തുടങ്ങി. ഒരു പാലത്തിന് മുകളിൽ ഇരുവശങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കായി 2 പാളങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം. അതിരപ്പള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാനയാക്രമണം. പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. ചാലക്കുടിയിലും കൊരട്ടിയിലും ഭീതി പരത്തിയ പുലിയെ കണ്ടെത്താൻ സംയുക്ത പരിശോധന നടത്തി. അധികൃതരുടെ അനാസ്ഥ മൂലം കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു. ജലക്ഷാമം പരിഹരിക്കാൻ പുഴയിൽ കെട്ടിയ മൺചിറകൾ ഉപയോഗപ്രദമല്ലാതായി. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറയ്ക്കൽ പൂരം എഴുന്നള്ളിപ്പിന് ദേവസ്വം ബോർഡ് ആനകളെ വിട്ടു നൽകാത്തതിനെതിരെ ഭക്തരുടെ പ്രതിഷേധം. ഭക്തരുടെ നേതൃത്വത്തിൽ ദേവസ്വം കൌണ്ടർ ഓഫീസ് ഉപരോധിച്ചു. ആനയെ വിട്ടു നൽകിയില്ലെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. നമസ്കാരം. വാർത്തകൾ വിശദമായി. മാളയിൽ 6 വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പിനെത്തിച്ച പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 10 മിനിറ്റിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് മടങ്ങി. കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്ത കുളത്തിന് സമീപം എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 100 കണക്കിന് ജനങ്ങളാണ് ഈ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത്. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. ജോജോയെ പോലീസ് വാഹനത്തിൽ നിന്നിറക്കിയപ്പോൾ കൂടി നിന്നവർ രോഷം പ്രകടിപ്പിച്ച് കൈയൂങ്ങി അടുത്തേക്ക് തള്ളിക്കയറി. കൂടുതൽ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി. ജോജോയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്നറിഞ്ഞ് രാവിലെ മുതൽ നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താണിശ്ശേരി സെന്റ് സേവ്യേഴ്സ് പള്ളി സെമിത്തേരിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിച്ചു. പിന്നെയും തട്ടിയിട്ടു പിന്നെയും കയറി വന്നു പിന്നെയും തട്ടിയിട്ട് ഞാൻ പോയി. അവനെന്താ ചെയ്തത്? അവൻ താന്നു പോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നു പോയിപ്പോ ഞാൻ കണ്ടു പോയി. അപ്പൊ അവന് കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം ഉന്തിട്ടതല്ലേ? തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പൈലിംഗ് ജോലികൾക്ക് തുടക്കം കുറിച്ചു. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. ഇതോടെ പഴയ കൊച്ചിൻ പാലമടക്കം 5 പാലങ്ങളാണ് ഈ പ്രദേശത്ത് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്നത്. ഒരു പാലത്തിനു മുകളിൽ ഇരുവശങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കായി 2 പാളങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം. വള്ളത്തോൾ നഗർ സ്റ്റേഷൻ മുതൽ മാന്നനൂർ സ്റ്റേഷന് സമീപം വരെ എത്തുന്ന പാലം ഉൾപ്പെടെയുള്ള റെയിൽപാളമാണ് നിർമ്മിക്കുക. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരിപ്പാത 2 വരിയാക്കുന്നുമുണ്ട്. ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷനിലുമെല്ലാം പിടിച്ചിടുന്നത് ഒഴിവാക്കാനാകും. 100ഓളം തീവണ്ടികളാണ് ഷൊർണൂർ വഴി കടന്നുപോകുന്നത്. ദീർഘദൂര വണ്ടികൾ പിടിച്ചിടുന്നതോടെ യാത്രക്കാരുടെ പ്രതിഷേധവും വലിയ രീതിയിലുണ്ട്. വന്ദേ ഭാരത് വന്നതോടെ മറ്റു വണ്ടികളെല്ലാം ക്രോസിംഗ് സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടാണ് സമയം പാലിക്കുന്നത്. ഈ പണികൾ പൂർത്തിയാകുന്നതോടെ ഇതൊഴിവാക്കാനും ഈ റൂട്ടിൽ കൂടുതൽ വണ്ടികൾ ഓടിക്കാനും സാധിക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. എറണാകുളം ഷൊർണൂർ പാതയുടെ വിപുലീകരണത്തിനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ റെയിൽവേ ഡെവലപ്മെന്റ് അതോറിറ്റിയും തുടങ്ങി. ഇതിനായി തഹസിൽദാരെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായാൽ നഷ്ടപരിഹാര തുക റെയിൽവേ നൽകും. TCV ന്യൂസ്, ചെറുതുരുത്തി. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. മാപ്രാണത്തുകാരൻ ജോഷിയുടെ ഓട്ടോറിക്ഷയാണ് തകർത്തത്. പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് കാട്ടാന തകർത്തത്. തുടർച്ചയായി 2ാം ദിവസമാണ് മേഖലയിൽ കാട്ടാനയാക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം വെറ്റിലപ്പാറയിൽ ഇറങ്ങിയ കാട്ടാന മധ്യവയസ്കനെ തുമ്പിക്കൈ കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായതായാണ് നാട്ടുകാരുടെ പരാതി. ഒരു മാസക്കാലമായി ഭീതി പടർത്തുന്ന പുലിയെ പിടികൂടുന്നതിന് ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും വനംവകുപ്പ് വിപുലമായ തിരച്ചിൽ നടത്തി. പോലീസ്, അഗ്നിശമന സേന എന്നിവയുടെ സഹകരണത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. ഓരോ പ്രദേശത്തും ജനപ്രതിനിധികളും പരിസരത്തെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവുള്ള നാട്ടുകാരും തിരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി പുഴയുടെ ഇടതു വലതുകര പ്രദേശങ്ങളിലാണ് 80ഓളം പേരടങ്ങുന്ന സംഘം തിരച്ചിൽ നടത്തിയത്. തോക്ക്, ഷീൽഡ്, റബ്ബർ ബുള്ളറ്റ് തോക്ക്, മയക്കുവെടിക്കുള്ള സിറിഞ്ച് എന്നിവയടക്കം ഹെൽമറ്റ് ധരിച്ചാണ് സംഘം തിരച്ചിൽ നടത്തിയത്.
8 പേരടങ്ങുന്ന 6 സംഘങ്ങളാണ് വാഴച്ചാൽ ഡിവിഷൻ പരിധിയിൽ ദൌത്യത്തിനുണ്ടായിരുന്നത്. 7 ഗ്രൂപ്പുകൾ അടങ്ങുന്നതായിരുന്നു ചാലക്കുടി മേഖലയിലെ ദൌത്യസേന. ഇരു കേന്ദ്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പ് ഓഫീസിൽ ഇരുന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് മേധാവികൾ പ്രവർത്തനം നിയന്ത്രിച്ചു. പുഴ തീരത്തെ കാടുകൾ, തോട്ടങ്ങൾ, ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങൾ എന്നിവ അരിച്ചുപെറുക്കിയായിരുന്നു പരിശോധന. കോടശ്ശേരി ചായപ്പൻകുഴി പീലാർമുഴിയിൽ ആനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. തറയിൽ പുഷ്പാകരന്റെ 150ഓളം വാഴകളാണ് 2 ദിവസങ്ങളിലായി ആനകൾ നശിപ്പിച്ചത്. ജോസ് കവുങ്ങക്കാട്ടിൽ, അനിലൻ എന്നിവരുടെ റബ്ബർ മരങ്ങളും മറിച്ചിട്ടു. ജോസിന്റെ പറമ്പിലെ ഫെൻസിംഗ് തകർത്താണ് ആനക്കൂട്ടം മറ്റിടങ്ങളിലെ തോട്ടത്തിലേക്ക് എത്തിയത്. നിരവധി തവണ പടക്കം പൊട്ടിച്ചാണ് വീട്ടുകാർ ആനകളെ തുരത്തിയത്. ഇതിവിടെ പീലാർമുഴിയിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ വന്ന് പോയുള്ളൂ. അവിടെ പുഷ്പാകരത്തൊരു വാഴ കർഷകനൊക്കെയാണ്. ഇത് നിരന്തരം ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ ഒരുപാട് കാശിൻ്റെ വാഴകൾ വെച്ചൊക്കെ നശിപ്പിച്ചു. റബ്ബർ ഒടിച്ച് അവർ ബുദ്ധിപൂർവ്വം അവിടെ റബ്ബർ തട്ടി ഫെൻസിങ്ങുമ്പോഴേക്ക് മറിച്ചിട്ടിട്ടാണ് അവർ ഇങ്ങോട്ട് കടന്നു വന്നതാണ്. നമ്മൾ അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നത്, അതിൻ്റെ ചുറ്റും അവർ ഇവിടെ പതിവായിട്ട് വരുന്നുണ്ട്. അധികൃതരുടെ അനാസ്ഥ മൂലം കുറുമാലി പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു. ജലക്ഷാമം പരിഹരിക്കാൻ പുഴയിൽ കെട്ടിയ മൺചിറകൾ ഫലമില്ലാതായി. കടുത്ത വേനലിൽ പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ലക്ഷങ്ങൾ മുടക്കി കെട്ടിയ മൺചിറകളുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലമാണ് കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് താഴുന്നത്. മൺചിറയോട് ചേർന്നുള്ള ചീർപ്പിലൂടെ ക്രമാതീതമായി വെള്ളം ഒഴുക്കിക്കളയുന്നതാണ് പുഴ വറ്റിവരളാൻ ഇടയാക്കിയത്. ചീർപ്പിൽ പലകകൾ ഇട്ട് നിയന്ത്രിച്ചാണ് ചെറിയ തോതിൽ വെള്ളം ഒഴുക്കിവിടാറുള്ളത്. എന്നാൽ ഇത്തവണ തോട്ടുമുഖം ചിറയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. പുഴയിൽ വെള്ളം താഴ്ന്നതോടെ 3 പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലമെത്തിക്കുന്ന തോട്ടുമുഖം പദ്ധതിയുടെ പമ്പിംഗ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൂടാതെ ഉയർന്ന പ്രദേശത്തെ കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്ന് രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. കുറുമാലിപ്പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കിയ കർഷകർ വിളകൾ ഉണക്കുഭീഷണി നേരിടുന്നതായും പറയുന്നു. വർഷം തോറും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന മൺചിറകൾ കാലവർഷാരംഭത്തിൽ തന്നെ പൊട്ടിപ്പോകുകയാണ് പതിവ്. വേനലിൽ കെട്ടുന്ന ചിറകളിൽ വെള്ളം സംഭരിച്ചു നിർത്തിയ കൃഷിക്കും കുടിവെള്ള പദ്ധതികൾക്കും പ്രയോജനകരമാകുന്ന പദ്ധതിയാണ് അധികൃതരുടെ അശ്രദ്ധ മൂലം പാഴ്ചിലവായി മാറുന്നത്. ചിമ്മിനി ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം ഒഴുക്കിക്കളയാതെ ചീർപ്പിൽ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മൾ ഇത്രയും പൈസ ചെലവാക്കി പഞ്ചായത്ത് ചിറ നിർമ്മിച്ചിട്ട് ആ ചിറയുടെ ചീപ്പ് കൃത്യമല്ലാന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് താൽക്കാലികമായിട്ട് നിർമ്മിക്കുകയാണെങ്കിലും അത് കൃത്യമായി നിർമ്മിക്കണം. ഒരു ചാക്ക് മാത്രം വെച്ച് ഒരു മഴ ഇത്തിരി വെള്ളം കൂടുതൽ വന്നപ്പോൾ അത് ഒലിച്ചുപോയി. ചിറ പണിതിട്ട് നമുക്ക് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ ചീപ്പ് ഉണ്ടാക്കിയത്. ഇതൊന്നും പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ പെടുവോ അത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ്. ഈ വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തുള്ള ആർക്കും കിണറുകളിൽ വെള്ളമില്ലാത്ത സിറ്റുവേഷനാണ്. കൃഷി ചെയ്യുന്ന ആൾക്കാരെ എവിടുന്ന് വെള്ളമടിക്കാൻ സാധിക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ? ഇനിയെങ്കിലും ആ ചിറയുടെ ചീപ്പ് കൃത്യമായി സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. TC വിനോസ്, പുതുക്കാട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറയ്ക്കൽ പൂരത്തിന്റെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പിന് ആന എത്താൻ വൈകിയതിനാൽ ഭക്തർ ദേവസ്വം കൌണ്ടർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാന പങ്കാളിയായ ക്ഷേത്രമാണ് നെട്ടിശ്ശേരി ക്ഷേത്രം. ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച 3-ന് നടക്കേണ്ട അത്തം കൊടിക്കുത്ത് എന്ന പ്രസിദ്ധമായ 5 ആന എഴുന്നള്ളിപ്പിന് ആന എത്താത്തതിനാൽ മണിക്കൂറുകളോളം വൈകിയാണ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ദേവസ്വം കൌണ്ടർ ഓഫീസ് തുറക്കാൻ അനുവദിക്കാതെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയാണ് എഴുന്നള്ളിപ്പ് വൈകാൻ ഇടയാക്കിയതെന്ന് ഭക്തനായ രാഹുൽ നെട്ടിശ്ശേരി പറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ അത്തംകുടികത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ 5 ആനകളോട് കൂടിയുള്ള ചടങ്ങ് നടക്കേണ്ട ക്ഷേത്രമാണിത്. 3 മണിക്ക് ആന എഴുന്നള്ളിക്കേണ്ട അമ്പലമാണിത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ മൂലം ഈ അമ്പലത്തിൽ ഈ നേരം വരെയായിട്ട് 5 ആന പോയിട്ട് എഴുന്നള്ളിക്കാനുള്ള മര്യാദയ്ക്കുള്ള ആന പോലും എത്തിയിട്ടില്ല. വളരെയധികം വിഷമത്തോടെയാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ആന വരും, ഇപ്പോൾ എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് അന്ന് ഞങ്ങൾക്ക് ഇവിടേക്ക് വരുന്ന 5 കൊമ്പന്മാരുടെ ലിസ്റ്റ് തരാറുണ്ട്. കലാനുസൃതമായ മാറ്റങ്ങളുണ്ട്, ആനയെ കിട്ടാലി അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എഴുന്നള്ളിക്കാനുള്ള ആന വേണമല്ലോ. ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ ഇന്ന് ഉത്രംവിളക്ക് വരെയുള്ള ആനകളുടെ പരിപാടികളെല്ലാം ദേവസ്വം ബോർഡ് ഭംഗിയായിട്ട് കഴിച്ചു. ഈ നെട്ടിശ്ശേരി ക്ഷേത്രത്തിൽ അത്തം കൊടികുത്ത് മാത്രം ദേവസ്വം ബോർഡ് മറന്നുപോയേക്കാ തോന്നുന്നു. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നീക്കങ്ങളും ഞങ്ങൾ കാലത്തോട്ട് വിളിക്കണതാ. ഇന്നലെ തൊട്ട് പറയുന്നതാ ഇവിടെ ആന എത്തിയിട്ടില്ല, ഞങ്ങൾക്ക് എഴുന്നള്ളിക്കാൻ ആനയില്ല. ശാസ്താവ് 3 മണിക്ക് പാടത്തിന് എത്തി എഴുന്നള്ളിക്കേണ്ട അമ്പലത്തിൽ ഇപ്പം സമയം 4:30 ഇതുവരെ ഈ പൂരം എഴുന്നള്ളിച്ചിട്ടില്ല. വളരെയധികം വിഷമമുണ്ട്. അതേസമയം എഴുന്നള്ളിപ്പിന് ആനയെ വിട്ടു നൽകിയില്ലെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രനും സെക്രട്ടറി പി ബിന്ദുവും പറഞ്ഞു.
കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാറും രവിപുരം ഗോവിന്ദനും പിന്നെ 3 പിടിയാനകളും സമയത്തിനെത്തിയതാണ്. 5 കൊമ്പനാനയെ വേണമെന്ന പിടിവാശിയിൽ മനഃപൂർവ്വമാണ് എഴുന്നള്ളിപ്പ് സമയത്തിന് നടത്താതിരുന്നതെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ പിടിച്ചെടുത്ത് പിഴ ചുമത്തി. എറണാകുളം പറവൂർ മന്നം സ്വദേശി അയ്യാലിൽ വീട്ടിൽ ബഷീറിന്റെ രമേശ്, മുനമ്പം പള്ളിപ്പുറം സ്വദേശി ആറുകാട്ടിൽ വീട്ടിൽ പ്രകാശന്റെ ദർശനം, ചെറായി തച്ചേരി വീട്ടിൽ ഷൈജുവിന്റെ കെയ്റ എന്നീ ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 1,02,300 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിന് ഓരോ ബോട്ടിനും 2,50,000 രൂപ പിഴ ചുമത്തി. ഭക്ഷ്യയോഗ്യമല്ലാത്ത 5,000 കിലോ മത്സ്യങ്ങൾ കണ്ടെടുത്ത് ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കടലിൽ ഒഴുക്കിക്കളഞ്ഞു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VM ഷൈബു, പ്രശാന്ത് കുമാർ തുടങ്ങിയവർ പ്രത്യേക പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാവക്കാട് സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി, ചാവക്കാട് മേഖലാ കമ്മിറ്റി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട്ട് റാലി നടത്തി. മണത്തല പള്ളി മദ്രസ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. 30-ലധികം മഹല്ലുകളിൽ നിന്നുള്ള വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മണത്തല മഹല്ല് പ്രസിഡന്റ് PK ഇസ്മായിൽ അധ്യക്ഷനായി. ബഷീർ ഫൈസി ദേശമംഗലം, സുലൈമാൻ അസ്ഹരി, കമറുദ്ദീൻ ബാദുഷ തങ്ങൾ, CH റഷീദ്, നൌഷാദ് അഹമ്മു, അബ്ദുൽ ലത്തീഫ് ഹൈത്തമി, KM ഉമർ ഫൈസി, ഷിഹാബ് ബാഗവി, ഹുസൈൻ തങ്ങൾ മമ്പുറം, RVM ബഷീർ മൗലവി, RV മുഹമ്മദ് കുട്ടി, അബ്ദുറഹ്മാൻ കാളിയത്ത്, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ മതിലകത്ത് മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. പടിയൂർ മുന്നനാട് സ്വദേശി മലയാമ്പള്ളം വീട്ടിൽ മുഹമ്മദ് ബഷീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 2.58 ഗ്രാം MDMA പിടികൂടി. ബഷീർ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ അനു ജോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ 2ാം ഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന് ജില്ലയിൽ തുടക്കമായി. 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരപ്രദേശത്തെ തെരഞ്ഞെടുത്ത 51 ആക്ഷൻ പോയിന്റുകളിലാണ് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടപ്പിലാക്കിയത്. മത്സ്യത്തൊഴിലാളികൾ, ബോട്ട് ഉടമകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത്. മതിലകം പൊക്ലായി ബീച്ചിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കമ്മീഷണർ H സലീം, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, മതിലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹബ്സ ഉഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് പുതിയ കഴകക്കാരനെ നിയമിക്കുന്നതിന് KDRB ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ നൽകി. പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നുള്ള ചേർത്തല കളവങ്കോടം സ്വദേശിയായ KS അനുരാഗിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവിന്റെ കോപ്പി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ദേവസ്വത്തിന് കൈമാറി. അഡ്വൈസ് മെമ്മോ ഇമെയിൽ വഴി അഡ്മിനിസ്ട്രേറ്റർക്ക് ലഭിച്ചതായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി സ്ഥിരീകരിച്ചു. അടുത്ത ദിവസം തന്നെ ഭരണസമിതി യോഗം ചേർന്ന് അനുരാഗിന് നിയമന ഉത്തരവ് നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ കൂട്ടിച്ചേർത്തു. നേരത്തെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിയമിച്ചിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനക്കാരനും MA കാരനുമായിരുന്ന ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ബാലുവിന് പൊതുവിഭാഗത്തിലായിരുന്നു നിയമനം ലഭിച്ചിരുന്നത്. പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നു വരുന്ന അനുരാഗ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗം തന്നെയാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്നയാൾക്ക് ജോലിയിൽ പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു. പുതിയ നിയമനം സംബന്ധിച്ച് ഇതുവരെ ആരും പരാതിയോ അപേക്ഷയോ നൽകിയിട്ടില്ല. പാരമ്പര്യ അവകാശികളെ വെക്കണമെന്നാവശ്യപ്പെട്ട് കാരായ്മക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കർഷക സംഘടനയെന്നും എക്കാലത്തും കർഷക സമരത്തിൽ സ്ത്രീകൾ
മുൻപന്തിയിലുണ്ടായിരുന്നുവെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് PK ശ്രീമതി പറഞ്ഞു. കേരള കർഷക സംഘം സംസ്ഥാന വനിതാ കർഷക കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കൺവെൻഷനിൽ അഖിലേന്ത്യാ കിസാൻ സഭ വൈസ് പ്രസിഡന്റ് SK പ്രീജ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി വത്സൻ പാലോളി, M വിജയകുമാർ, സരസ്വതി, അഡ്വക്കേറ്റ് തുളസി, AC മൊയ്തീൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ഓളം പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. വിഷു വിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം. വിഷു അടുത്തതോടെ പുതുമകളുമായി പടക്ക വിപണിയും സജീവമായി. ശബ്ദത്തിലും വർണ്ണത്തിലും വ്യത്യസ്തമാർന്ന പുതുപുത്തൻ ഇനങ്ങൾ ഇത്തവണയും വിപണിയുടെ ആകർഷണമാണ്. കാലത്തിനനുസരിച്ച് കോലം മാറുകയാണ് പടക്ക വിപണിയും. പരമ്പരാഗത ഇനങ്ങളെക്കാൾ ശബ്ദവർണ്ണ വിസ്മയം തീർക്കുന്ന ചൈനീസ് പടക്കങ്ങളാണ് ഇത്തവണയും താരങ്ങൾ. ഫാൻസി ഐറ്റംസുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കമ്പിത്തിരി, ലാത്തിരി, പൂത്തിരി, മേശപ്പൂവ്, തലച്ചക്രം തുടങ്ങിയവയെല്ലാം രൂപത്തിലും പ്രകടനത്തിലുമെല്ലാം ഏറെ മാറ്റങ്ങളോടെയാണ് വിപണിയിലെത്തിയിരിക്കുന്നത്. പലതരത്തിൽ കത്തി മയിൽപ്പീലി കാഴ്ചയൊരുക്കുന്ന പീകോക്ക്, വമ്പൻ കമ്പിത്തിരി, ചിത്രശലഭം കണക്കെ പറന്നുയർന്ന് വർണ്ണം വിടർത്തുന്ന ബട്ടർഫ്ലൈ, മേശപ്പൂ ഇനമായ വണ്ടർലാ പോട്ട്, പിരിപിരി ശബ്ദത്തിൽ കത്തുന്ന ചങ്കുമങ്കു, കറങ്ങിയുയർന്നു പൊട്ടുന്ന ഡ്രോൺ, അങ്ങനെ നീളുന്നു ട്രെൻഡി ഐറ്റംസുകൾ. ഇത്തവണ പടക്കത്തിന് വില വർദ്ധിച്ചിട്ടില്ലെന്ന് ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെറിയാച്ചൻ നെല്ലിശ്ശേരി പറഞ്ഞു. പന്തുകളിലൊക്കെ പറയുന്ന ഒരു ആവേശകരമായ അവസാന നിമിഷത്തിൻ്റെ ലാപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. കച്ചവടം കുഴപ്പമില്ലാണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശിവകാശിയിൽ നിന്നാണ് ഈ പടക്കം മുഴുവൻ ഒക്കെ വരുന്നത്. 90% ശിവകാശിയിൽ നിന്ന്. പിന്നെ വരുന്നത് ഹരിയാന സ്ഥലത്ത് നിന്നൊക്കെ വരുന്നുണ്ട്. വെറൈറ്റി അവരുടെ പൂവുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വില കുറവെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാധനത്തിനും വില കൂടിയിട്ടില്ല. കഴിഞ്ഞ കാലത്ത് അതേ വില തന്നെ. പിന്നെ പല വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഹെലികോപ്റ്റർ, ഡ്രോൺ, അതുപോലെ മൾട്ടി കളർ പൂവ്, ഹാലോവീൻ, അങ്ങനെ ഏറ്റവും വലിയ കമ്പത്തിരി, ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ കമ്പത്തിരികൾ, പല കളർ കമ്പത്തിരികൾ, പുകയില്ലാത്ത കമ്പത്തിരി, അതൊക്കെ ഈ കൊല്ലത്തെ പ്രത്യേകതകളാണ്. ശബ്ദം കുറഞ്ഞാലും വിഷു കളറാവണം എന്ന പുതിയ ട്രെൻഡിനനുസരിച്ച് ചെകിടടിപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് വിപണിയിൽ അധികം ഡിമാൻഡില്ല. പകരം വർണ്ണവൈവിധ്യങ്ങൾക്കാണ് ഇത്തവണ ആവശ്യക്കാരേറെയുള്ളത്. പുത്തൻ പരീക്ഷണങ്ങളുമായി നിറങ്ങൾ വാരിവിതറുന്ന മിന്നും താരമായ ചൈനീസ് ഐറ്റങ്ങൾ വിപണി കൈയടക്കി കഴിഞ്ഞു. വില കൂടിയാലും ശരി, വൈവിധ്യങ്ങളുടെ പിന്നാലെയാണ് പടക്കപ്രേമികളും. മൾട്ടി കളർ കമ്പിത്തിരി, മേശപ്പൂവ്, ചക്രം, കളർ ലാത്തിരി പടക്കം, മൾട്ടി കളർ പൂവ്, വെള്ളമാല, സൂപ്പർ കിറ്റ്കാറ്റ്, കളർ മത്താപ്പ്, പൂത്തിരി അടക്കമുള്ള 1100 രൂപയുടെ വിഷു സ്പെഷ്യൽ കിറ്റും വിപണിയിൽ ലഭ്യമാണ്. പടക്കം പൊട്ടിക്കാതെ എന്തു വിഷു? ഇത് ഏറ്റവും വലിയ കമ്പിത്തിരിയാണ്. ഇനി വിഷു അടുക്കുംതോറും വിപണിയിൽ തിരക്കേറുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്. വിഷുക്കണിയും വിഷുസദ്യയും ഒരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത വെള്ളരി കൃഷിയിൽ തുടർച്ചയായ 3-ാം വർഷവും മിന്നുന്ന വിജയം കൊയ്യുകയാണ് മറ്റത്തൂരിലെ മാതൃകാ കർഷകനായ രാജൻ പനംകൂട്ടത്തിൽ. മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിലേക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കർഷകരിലൊരാളാണ് രാജൻ. ചെട്ടിച്ചാൽ പാടശേഖരത്തുള്ള 2.5 ഏക്കർ നിലത്തിലാണ് വേനൽക്കാല വിളയായി ഇക്കുറിയും വെള്ളരി കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയത്. കൃഷി തുടങ്ങിയ സമയം ഫെബ്രുവരി 10-ാം തീയതി വിത്തിട്ടു. ഏപ്രിൽ 10-ന് മുന്നേ കണിക്ക് പാകമായ വെള്ളരി നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ജൈവവളം, കോഴിവളമാണ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം രാസവളം കുറച്ച് ദിവസം ഉപയോഗിക്കും. പ്രാവശ്യത്തെ അപേക്ഷിച്ച് വില ഒരു 2 രൂപ ചെലവിൽ കൂടുതലുണ്ട്. പക്ഷെ മഴ നമുക്ക് ചെറിയൊരു പ്രശ്നമായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. മികച്ച കർഷകനായിരുന്ന അച്ഛൻ വിജയന്റെ കഠിനാധ്വാനം കണ്ടുവളർന്ന രാജൻ ഒരു വെല്ലുവിളി എന്നോണമാണ് വെള്ളരി കൃഷിയിലേക്ക് തിരിഞ്ഞത്. കഠിനാധ്വാനവും അനുകൂല കാലാവസ്ഥയും ഉണ്ടെങ്കിൽ ഈ കൃഷിയിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാനാകുമെന്ന് രാജൻ തെളിയിച്ചു. ഭാര്യ ഷീജയും കൃഷിപ്പണികളിൽ എപ്പോഴും രാജനൊപ്പമുണ്ട്. അവധി ദിവസങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികളായ മക്കൾ അക്ഷയും അഭിജിത്തും രാജനെ സഹായിക്കാനായി കൃഷിത്തോട്ടത്തിൽ എത്താറുണ്ട്. ആണ്ടിൽ 2 തവണ നെൽകൃഷി ചെയ്യുന്ന ചെട്ടിച്ചാൽ പാടത്ത് മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞയുടനെയാണ് വെള്ളരി കൃഷിക്ക് നിലമൊരുക്കി വിത്തിട്ടത്.
മികച്ച വിളവ് തരുന്ന മഞ്ചേരി ഇനത്തിലുള്ള വെള്ളരി വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. ഓരോ വർഷവും വിളവെടുക്കുമ്പോൾ മികച്ച വെള്ളരി മാറ്റിവെച്ച് അവയിൽ നിന്നെടുക്കുന്ന വിത്തുകളാണ് തുടർന്നുള്ള വർഷം കൃഷിയിറക്കാൻ ഉപയോഗിക്കുന്നത്. ഈ പ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത് 2 ഏക്കറിലാണ്. മഞ്ചേരി എന്ന വിത്താണ്. മഞ്ചേരി എന്ന വിത്ത് കുറെ നാളെ നമ്മളോട് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നമ്മുടെ സ്വന്തം വിത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല കുഴപ്പമില്ലാത്ത വിളവുണ്ട്. 2 ഏക്കറിൽ നിന്ന് കഷ്ടി ഒരു 12 ടൺ വെള്ളരിയോളം നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ വിലയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഹോർട്ടികോർപ്പും കൃഷി ഡിപ്പാർട്ട്മെന്റും 2 VAPCK മാർക്കറ്റും ആണ് സംഭരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റത്തൂർ കൃഷിഭവനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം രാജന്റെ വെള്ളരിപ്പാടം കാണാനെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം വിഷുക്കാലത്ത് കിലോയ്ക്ക് 18 രൂപയായിരുന്ന വെള്ളരിക്ക് ഈ വർഷം 20 രൂപ നിരക്കിലാണ് വിൽപ്പനയെന്ന് രാജൻ പറയുന്നു. TCV കൊടകര. ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്തങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ചേറ്റുവ ഹാർബർ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളിൽ കരയിലെ രക്ഷാപ്രവർത്തനത്തിന് ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF ഡിപ്പാർട്ട്മെന്റുകളും കടലിലെ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നേവിയും നേതൃത്വം നൽകി. കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന മോക്ക് ഡ്രിൽ തഹസിൽദാർ MK കിഷോർ, ലാൻഡ് റെക്കോർഡ്സ് തഹസിൽദാർ VB ജ്യോതി, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ PN സുരേഷ്, K സന്തോഷ്, VB ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പരിശ്രമങ്ങൾക്കുമൊടുവിൽ അരിമ്പൂർ കോവിൽ റോഡിലെ സെഞ്ചുറി ക്ലബിന് സ്വന്തമായി ആസ്ഥാനമായി. കൃഷി നടത്തിയും ആക്രി ശേഖരിച്ച് വിൽപ്പന നടത്തിയും മറ്റുമാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി പണം സ്വരൂപിച്ചത്. മുപ്പത്തെട്ട് വർഷം മുൻപ് അരിമ്പൂർ കോവിൽ റോഡിലുള്ള ഒരു കൂട്ടം യുവാക്കൾ ചേർന്നാണ് സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആരംഭിക്കുന്നത്. നിലവിൽ 360 അംഗങ്ങൾ സെഞ്ചുറി ക്ലബിലുണ്ട്. 30 അംഗ ഭരണസമിതിയാണ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഴയ ഒരു കെട്ടിടത്തിലായിരുന്നു ക്ലബ്ബ് പ്രവർത്തിച്ചു വന്നിരുന്നത്. യോഗങ്ങൾ ചേരാൻ സൗകര്യമുള്ള കോൺഫറൻസ് ഹാളും മിനി ലൈബ്രറിയോടും കൂടി പണിതീർത്ത ഇരുനില കെട്ടിടം നിർമ്മിക്കാൻ 6 ലക്ഷം രൂപയാണ് ചെലവായത്. ക്ലബ്ബ് കെട്ടിടം നാടിന്റെ പൊതു ആവശ്യങ്ങൾക്ക് കൂടി നൽകാനാണ് അംഗങ്ങളുടെ തീരുമാനം. ക്ലബ്ബിലെ അംഗങ്ങളുടെ സാംസ്കാരികപരമായ ആവശ്യങ്ങൾക്കും വയോജനങ്ങളുടെ മാനസികോല്ലാസ പരിപാടികൾക്കും ക്ലബ്ബ് ആസ്ഥാനം വിനിയോഗിക്കാം. പിറന്നാൾ ആഘോഷങ്ങൾ, അടിയന്തിരം, മറ്റു പലവിധ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ പ്രദേശത്തുണ്ട്. അത്തരം ആവശ്യങ്ങൾക്കും ക്ലബ്ബ് തുറന്നുകൊടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ 38-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു 2 നില കെട്ടിടത്തോട് കൂടിയിട്ടുള്ള സമുച്ചയമാണ് നമ്മളിവിടെ പണിത് തീർത്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ഇടം, അതായത് വയോജനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും എല്ലാവർക്കും ഒരു ലൈബ്രറി എന്ന ഫെസിലിറ്റിയോട് കൂടിയിട്ട് മറ്റു കാര്യങ്ങൾ കൂടി, മീറ്റിംഗ്, അതുപോലെ തന്നെ ഡ്രോയിങ് ക്ലാസ്, പാട്ട് ക്ലാസ്, ഡാൻസ് ക്ലാസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മളെല്ലാവർക്കും ഒരു ഇടം എന്നുള്ള രീതിയിലാണ് ഈ ക്ലബിന്റെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. പ്രസിഡന്റ് KS സുജിത്ത്, സെക്രട്ടറി പ്രബിൻ പ്രേമനാഥൻ, ട്രഷറർ KM വിഷ്ണുപ്രസാദ് തുടങ്ങിയവരാണ് ക്ലബിന്റെ സാരഥികൾ. ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷ പരിപാടിയിൽ മുരളി പെരുന്നെല്ലി MLA കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ നാടിന്റെയും പൊതുവിടമായി മാറുകയാണ് സെഞ്ചുറി ക്ലബ്ബ് മന്ദിരം. TCV ന്യൂസ്, തൃശൂർ. വിൽപ്പനയ്ക്കായി 21 കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. ചാലക്കുടി സ്വദേശികളായ രാജേഷ്, രഞ്ജു എന്നിവരെയാണ് 10 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2021 ഓഗസ്റ്റ് 12-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി തൃശൂർ NDPS സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MK ഗിരീഷ് മോഹൻ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സോളി ജോസഫ്, മുൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡിനി ലക്ഷ്മൺ P തുടങ്ങിയവർ കോടതിയിൽ ഹാജരായി. കരുവന്നൂർ കേസിൽ AC മൊയ്തീൻ MLAയും മുൻ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസും പ്രതിയായതോടെ സാമ്പത്തിക തട്ടിപ്പിൽ CPM ജില്ലാ നേതൃത്വത്തിന്റെ പങ്ക് പുറത്തായതായി BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. സഹകാരികളായ പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് നേതാക്കൾക്ക് ദൂർത്തിനും സ്വത്ത് സമ്പാദനത്തിനും വേണ്ടി CPM സഹകരണ ബാങ്കിനെ മറയാക്കി. സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന CPM പ്രചാരവേല ഇനി വില പോവില്ല എന്ന് ഹൈക്കോടതി ഉത്തരവോടുകൂടി പൊതുജനത്തിന് മനസ്സിലായതായും ജസ്റ്റിൻ ജേക്കബ് പ്രസ്താവനയിൽ പറഞ്ഞു.
ലഹരിക്കെതിരെ വിരമിച്ച സൈനികരുടെ സംഘടനയായ ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയേർഡ് സോൾജിയേഴ്സ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷനായി. എസിപി സലീഷ് എൻ ശങ്കർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഡേവിസ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. ഡേവിസ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ. രാമചന്ദ്രൻ വിമുക്തി സന്ദേശം നൽകി. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.ജി. ഭവനൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംഘടനാ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സി.കെ. ശശിധരൻ, ട്രഷറർ കെ. ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് വി. ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി മനോജ് സി. ബേബി എന്നിവർ നേതൃത്വം നൽകി. സ്വരാജ് റൌണ്ട് ചുറ്റി നടന്ന വാക്കത്തോൺ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ആശാവർക്കർമാരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ നടത്തി. മിനിമം ദിവസവേതനം 700 രൂപയാക്കുക, തൊഴിലാളികളായി അംഗീകരിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക എന്നീ ആവശ്യങ്ങൾ എഴുതിയ 1000-ലധികം പോസ്റ്റ് കാർഡുകൾ പൊതുജനങ്ങളെ കൊണ്ട് എഴുതി ഒപ്പിട്ട് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അയച്ചു. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ.വൈ. ഷാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ്, ബിന്നി പൊന്തേക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ പഞ്ചഗുസ്തിയിൽ തോറ്റ വൈരാഗ്യത്തിൽ യുവാക്കളെ കരിങ്കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. ആനാപ്പുഴ ഫിഷർമൻ കോളനി സ്വദേശികളായ അരയാശ്ശേരി വീട്ടിൽ കൃഷ്ണപ്രസാദ്, ചോളക്കാപ്പറമ്പിൽ വീട്ടിൽ സിജീഷ് എന്നിവരെ ആക്രമിച്ച കേസിൽ കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം കാരൂർ മഠം കന്നത്തുപടിക്കൽ വീട്ടിൽ തനൂഫ്, മേത്തല കടുക്കച്ചുവട് മാണിക്കകത്ത് വീട്ടിൽ ജിത്തുരാജ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 4-ാം തീയതി രാത്രി ടി.കെ.എസ്. പുരത്ത് കൈരളി ബാറിന് സമീപമായിരുന്നു സംഭവം. ബാറിൽ വെച്ച് ഫിഷർമൻ കോളനി സ്വദേശി ഷൈജുമായി നടത്തിയ പഞ്ചഗുസ്തി മത്സരത്തിൽ പ്രതികൾ തോറ്റിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് പോകാനായി നിൽക്കുകയായിരുന്ന ഷൈജുവിനെയും സഹോദരൻ സിജീഷ്, സുഹൃത്ത് കൃഷ്ണപ്രസാദ് എന്നിവരെ പ്രതികൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ കെ. സാലിം, സിവിൽ പോലീസ് ഓഫീസർമാരായ ജമേഴ്സൺ, ഷമീർ, ഗോപേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാജ്യത്തിന് ആപത്താണെന്ന് UDF ജില്ലാ കൺവീനർ കെ.ആർ. ഗിരിജൻ ആരോപിച്ചു. UDF ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കൂർക്കഞ്ചേരി, നടത്തറ, പുത്തൂർ മണ്ഡലം UDF കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംയുക്തമായി മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF പുത്തൂർ മണ്ഡലം ചെയർമാൻ സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ജോണി ചെറിയത്ത്, ജെയ്ജു സെബാസ്റ്റ്യൻ, റിസൻ വർഗീസ്, പി. ജെയിംസ്, ജോസഫ് കാരക്കട, ഡേവിസ് ചക്കാലിക്കൽ, ആൻഡോ ചീനിക്കൽ, EV സുനിൽരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,745 രൂപ, പവന് 69,960 രൂപ. വെള്ളി ഗ്രാമിന് 105 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,205 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാള കുഴൂരിൽ 6 വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്ന സംഭവം. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനം. കുട്ടിയുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പൈലിംഗ് തുടങ്ങി. ഒരു പാലത്തിന് മുകളിൽ ഇരുവശങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി 2 പാളങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം. അതിരപ്പള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാനയാക്രമണം. പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. ചാലക്കുടിയിലും കൊരട്ടിയിലും ഭീതി പരത്തിയ പുലിയെ കണ്ടെത്താൻ സംയുക്ത പരിശോധന നടത്തി. അധികൃതരുടെ അനാസ്ഥ മൂലം കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു. ജലക്ഷാമം പരിഹരിക്കാൻ പുഴയിൽ കെട്ടിയ മൺചിറകൾ ഉപയോഗപ്രദമല്ലാതായി. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറക്കൽ പൂരം എഴുന്നള്ളിപ്പിന് ദേവസ്വം ബോർഡ് ആനകളെ വിട്ടു നൽകാത്തതിനെതിരെ ഭക്തരുടെ പ്രതിഷേധം.
ഭക്തരുടെ നേതൃത്വത്തിൽ ദേവസ്വം കൌണ്ടർ ഓഫീസ് ഉപരോധിച്ചു. ആനയെ വിട്ടു നൽകിയില്ലെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.